നിങ്ങളുടെ ഫോൺ നിങ്ങളെ നിരന്തരം ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതായത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോണിലൂടെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, ഏതൊക്കെ ആപ്ലിക്കേഷനുകളാണ് നിങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെ ഫീച്ചറുകൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇൻ്റർനെറ്റിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് സെർച്ച് ചെയ്യുന്നത് എന്ന് പോലും നമ്മുടെ ഫോൺ ട്രാക്ക് ചെയ്ത് മറ്റുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നത് നമുക്ക് എങ്ങനെ നിർത്തലാക്കാം, സ്റ്റോപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഗൂഗിൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ ഫോണിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു ആരോ കാണുന്നില്ല. ആ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം അവിടെ താഴെയായിട്ട് രണ്ട് ഓപ്ഷനാണ് ഉണ്ടാവുക, റെക്കമെൻഡും ആൾ സർവീസും. നമുക്ക് വേണ്ടത് ഓൾ സർവീസ് എന്ന ആ ഒരു ഓപ്ഷനാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ആ ഒരു ഭാഗത്ത് പേഴ്സണലൈസ്ഡ് യൂസിങ് ഷെയറിംഗ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പേഴ്സണലൈസ്ഡ് യൂസിങ്, നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഡാറ്റകളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ തന്നെ അനുവാദം കൊടുത്തിരിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷനുകൾ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ താഴെ തന്നെ രണ്ട് ഓപ്ഷൻസ് വേറെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ ഫോണിൻ്റെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നഷ്ടപ്പെടുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ സ്ലോ ആകുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് സമയം ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് സാധാരണയായിട്ട് കുറഞ്ഞു പോകും. അപ്പോൾ ഇതൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യം നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ശേഷം ബാക്കിലേക്ക് തന്നെ വരിക. ബാക്കിലേക്ക് തന്നെ വന്നതിന് ശേഷം ഈ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഒരു ഓപ്ഷൻ തന്നെ ഏറ്റവും അവസാനത്തെ ഒരു ഓപ്ഷൻ കാണുന്നില്ല, യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് എന്നൊരു ഓപ്ഷൻ. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ഇത് ഇവിടെ ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷനുകളാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ ഗൂഗിൾ എന്തൊക്കെ കാര്യങ്ങളാണ് സെർച്ച് ചെയ്യുന്നതൊക്കെ ഇത് സേവ് ചെയ്തിട്ട് അത് മറ്റുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കും. ഇതിലൂടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക. ശേഷം ഒന്നുകൂടി നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ആ ഒരു ഭാഗത്തിന് വന്നതിന് ശേഷം ഇവിടെ ആഡ്സ് എന്ന് ആദ്യത്തെ ഓപ്ഷൻ കാണില്ല, ആഡ്സ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഫോണിലൂടെ സംസാരിക്കുന്ന മൈക്രോഫോണിലൂടെ കേട്ടിട്ട് അതുപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് പരസ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിളിലൂടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെയും നമുക്ക് പരസ്യങ്ങൾ വരാറുണ്ട്. ഇത് കാരണമാണ് നമ്മൾ ഫോണിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത്, ഗൂഗിളിലൂടെയൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഫോണിലേക്ക് നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറേ പരസ്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലേക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫോണിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ടി വിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ടി വിയെ കുറിച്ചുള്ള പരസ്യങ്ങളൊക്കെ കുറേ സമയം കഴിയുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് വരാറുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം ഈ ഒരു സെറ്റിങ്സ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഇപ്പോൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മളിവിടെ ഗെറ്റ് ന്യൂ അഡ്വർടൈസിങ് ഐ ഡി എന്ന ആ ഒരു ഭാഗം കണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കൺഫേം ചെയ്ത് കൊടുക്കുക. കൺഫേം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മളിവിടെ ഡിലേറ്റ് മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ താഴെ പുതിയതായിട്ട് ഒരു ഫീച്ചർ കൂടി വന്നിട്ടുണ്ടാകും, ഡിലേറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്നത്. അതുകൂടി ഒന്ന് നിങ്ങൾ ഡിലേറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്ന് കൊടുക്കുക. ഇതോടുകൂടി നമ്മളുടെ ശേഖരിച്ച് വെച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി മുതൽ നമ്മുടെ ഫോണിലേക്ക് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ അതിനെ റീസെറ്റ് ചെയ്തിട്ടുമുണ്ട്. അടുത്ത സെറ്റിങ്സ് നമ്മുടെ ഫോണിലുള്ള ക്രോം ബ്രൗസറിലൂടെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഫോണിലുള്ള ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലായിട്ട് ഒരു 3 ഡോട്ട് കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴെയായിട്ട് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ആൾ സൈറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇത്രയും കാലം നമ്മുടെ ഫോണിൻ്റെ ക്രോം ബ്രൗസറിലൂടെയും ഗൂഗിളിലൂടെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സാധാരണയായിട്ട് ഡിലീറ്റ് ചെയ്ത് വിടുന്നത് നമ്മുടെ ഫോണിൻ്റെ
ഹിസ്റ്ററിയിൽ പോയിട്ടായിരിക്കും, ക്രോം ബ്രൗസറിൻ്റെ ഹിസ്റ്ററി പോയിട്ടായിരിക്കും നമ്മൾ ഡിലീറ്റ് ചെയ്ത് വിടുന്നത്. എന്നാൽ നമ്മുടെ എല്ലാ ഏതൊക്കെ സൈറ്റുകളിൽ കയറി എല്ലാം വെബ്സൈറ്റിൽ കയറി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സെർച്ച് ചെയ്യുന്നത് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ മറ്റൊരു ഭാഗത്ത് സേവ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇത് സേവായി കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഡീറ്റെയിൽസുകൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സെർച്ച് ചെയ്തത് എന്നതിൻ്റെ ഡീറ്റെയിൽസുകളും ഇതിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകും, ഫോൺ സ്ലോ ആകും, അതുപോലെ തന്നെ സ്റ്റോറേജ് വളരെയധികം കുറഞ്ഞു പോകുന്നതും ഇത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കത് ഡിലേറ്റ് ചെയ്ത് വിടാം. ഡിലേറ്റ് ചെയ്ത് വിടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി, നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളൊരു കാര്യം ഇതിലുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഓർമ്മയില്ലാതെ പോയിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ പിന്നീട് വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, സൈറ്റുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ആ സൈറ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നിങ്ങൾ എന്താണോ നിങ്ങൾ ഓർമ്മയില്ലാതെ വിട്ടുപോയ ആ ഒരു വെബ്സൈറ്റ്, അത് നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ടും പറ്റും. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ ഇതിലുണ്ടാകും. അതിലൂടെ നിങ്ങൾക്ക് വേണമെന്നുള്ള സൈറ്റുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഡിലേറ്റ് ചെയ്ത് വിടാനായിട്ട് ഇവിടെ ഡിലേറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്ന് കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ആൾ ടൈം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓൾ ടൈം എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ ബ്രൗസിംഗ് ഹിസ്റ്ററി, കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ, ക്യാഷ്ഡ് ആൻഡ് ഇമേജ് ഫയൽസ്, അതുപോലെ തന്നെ ടാബ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടാബ്സുകൾ നിങ്ങളുടെ ഫോണിൽ ഒരുപാടായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്ത് വിടാനുള്ളൊരു സൗകര്യമാണ് ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുന്നതിലൂടെ. എന്നാൽ നിങ്ങൾ ഒരിക്കലും ടിക്ക് മാർക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഒന്നുണ്ട്, സേവ്ഡ് പാസ്വേഡ്. നമ്മുടെ ഫോണിൽ ഒരുപാട് സൈറ്റുകളിൽ കയറി, വെബ്സൈറ്റുകളിൽ കയറി നമ്മൾ ഓരോരോ പാസ്വേഡൊക്കെ കൊടുത്തിട്ടായിരിക്കും, പാസ്വേഡ് ഈ Gmail ID കൊടുത്തിട്ടായിരിക്കും നമ്മൾ സൈൻ ഇൻ ചെയ്യുക. അത്തരത്തിൽ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന പാസ്വേഡുകൾ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ അത് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കാത്തതായിട്ട് വരും. അപ്പോൾ അത്തരത്തിൽ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ഈ സേവ്ഡ് പാസ്വേഡ് എന്നുള്ളത് ഇവിടെ കോളം കാണുന്നില്ല, ഒരു പെട്ടി, അത് നിങ്ങൾ ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്താൽ പിന്നീട് നിങ്ങളുടെ എല്ലാ പാസ്വേഡും ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഒരു ടിക്ക് മാർക്ക് നിങ്ങൾ ഒഴിവാക്കി കൊടുക്കുക. ഒഴിവാക്കി കൊടുത്തതിന് ശേഷം താഴെ നിങ്ങൾ ഡിലീറ്റ് ഡാറ്റ എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഡിലീറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ഇത്തരത്തിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ എത്ര ഹിസ്റ്ററി കിടക്കുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് വിടാനായിട്ട് പറ്റും. ഇനി മെയിനായിട്ടുള്ളൊരു കാര്യം എന്നത് നമ്മുടെ ഫോണിൽ ലൊക്കേഷൻ ഏത് സമയത്തും ഓൺ ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നഷ്ടപ്പെടാനുള്ള ഒരു വഴി തന്നെയാണ്. അപ്പോൾ നിങ്ങളതിനെ കൊളാപ്സ് അൺവാണ്ടഡ് റിക്വസ്റ്റ് എന്ന് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക. മൈക്രോഫോൺ നിങ്ങൾ ബ്ലോക്ക് ചെയ്തതിനെ കൊടുക്കുക. ബ്ലോക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാമറയും നിങ്ങൾ ഇതുപോലെ ഓൺ ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ള സമയത്ത് മാത്രം നിങ്ങൾക്കത് ഓൺ ചെയ്താൽ എടുത്താൽ മതിയാകും എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ കൊടുക്കുന്നത്. ഒന്നുകൂടി താഴേക്ക് തന്നെ വരിക. താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ തേർഡ് പാർട്ടി കുക്കീസ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് കൊടുക്കുക. അതായത് നമ്മുടെ ഫോണിലേക്ക് തേർഡ് പാർട്ടി കമ്പനികൾ നമ്മുടെ ഫോണിലേക്ക് കുക്കീസ് വിടുന്നത് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. മേലെയാണ് കിടക്കുന്നതെങ്കിൽ, അല്ലോ തേർഡ് പാർട്ടി കുക്കീസ് എന്നാണ് നിങ്ങളുടെ ഫോണിൽ കിടക്കുന്നതെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക. ഇനി ഇവിടെ പോപ്പപ്സ് ആൻഡ് റീഡയറക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏതെങ്കിലുമൊക്കെ പോപ്പപ്പ് വരുന്ന സമയത്ത് നമ്മളിതിൽ അറിയാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഗൂഗിൾ പേ മറ്റേതെങ്കിലുമൊക്കെ വെബ്സൈറ്റുകളിലേക്ക് പോയി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യം നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ബ്ലോക്ക് ആയിക്കോളും. ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു സെറ്റിങ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഫോണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻ്റർനെറ്റ് ആയിരിക്കും. ഇൻ്റർനെറ്റിലൂടെ നമ്മൾ പല കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട്. അത്തരത്തിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മുടെ ഫോണിൽ തന്നെ ഒരു സെറ്റിങ്സ് ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ഓപ്ഷൻസുകളൊക്കെ വരും. നമുക്കൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ മോർ സെക്യൂരിറ്റീസ് ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രൊട്ടക്റ്റ് ഫ്രം ഓൺലൈൻ സ്കാമേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അത് നിങ്ങളുടെ ഫോണിൽ ഇത് ഓഫായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ ഓൺ ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ഫോണിലേക്ക് ഓൺലൈൻ വഴി സ്കാമേഴ്സുകൾ വരുന്ന സമയത്ത് അതിനൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്, നമ്മുടെ ഫോണിലേക്ക് അലോ ചെയ്ത് കൊടുക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇത് ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് കൂടുതൽ സെക്യൂരിറ്റിയോടുകൂടിയൊക്കെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും.
അതിനുശേഷം ഇവിടെ താഴെയായിട്ട് ആൻഡ്രോയിഡ് സേവ് ബ്രൗസിംഗ് എന്നൊരു ഓപ്ഷൻ കാണില്ല, അതിനൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ ഇത് ഓഫ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളിത് ഓൺ ചെയ്ത് കൊടുക്കുക. ഞാനിത് നേരത്തെ തന്നെ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഓണായി കിടക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ ഇത് ഓഫ് ആണെങ്കിൽ അത് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ചിലപ്പോൾ ബ്ലൂടൂത്തും അതുപോലെ തന്നെ വൈഫൈ ഓൺ ചെയ്യാനായിട്ട് പറയും. നിങ്ങളത് ഓൺ ചെയ്തതിന് ശേഷം ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളും അതുപോലെ തന്നെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി നമുക്ക് കൂടുതൽ സമയം നിലനിർത്താനായിട്ട് സാധിക്കും. ഫോൺ സ്ലോ ആയിട്ടിരിക്കുകയാണെങ്കിൽ സ്പീഡാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ സെറ്റിങ്സുകളൊക്കെ ചെയ്താലേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നമുക്ക് ഇതിലൂടെ കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.